ഒരു സിനിമയെ കുറിച്ചിട്ട് ഒരു കാര്യവും ഡയറക്ടർ പുറത്തു വിട്ടിട്ടില്ല. നമ്മൾക്ക് ആകപ്പാട് ഇതുവരെ വന്നിരിക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ആ ഒരു ലവിങ് നമ്മളെ ഭയങ്കരമായിട്ട് പിടിച്ചിരുത്തുന്ന ഒരു പാട്ട് മാത്രമാണ്. യെസ് അഗൈൻ ജെക്സ് ബിജോയ് മാജിക് ഇൻ ദാറ്റ് മൂവി. നമ്മളെല്ലാവരും എക്സൈറ്റഡ് ആണ് ഈ ഒരു മൂവി വരാൻ വേണ്ടി. ആസ് വി ഓൾ നോ ഓഗസ്റ്റ് 7th വേൾഡ് വൈഡ് റിലീസാണ് തുടക്കം മൂവി. ഈ ഒരു തുടക്കം മൂവിക്ക് എല്ലാവിധ ആശംസകളും നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ട്രെയിലർ ലോഞ്ചിലേക്ക് പോകും. Okay, everybody, yeah. Sorry, I'm so nervous, but really enjoyed the movie. Thank you so much, dear. Thank you so much. വിസ്മയ, ആ ഒരു പാട്ട് തന്നെ ഞങ്ങൾ എല്ലാവരും ഏറ്റെടുത്തിരിക്കുകയാണ്. that song which came out, social media full trending ആയിട്ടുള്ള ഒരു സോങ് ആണ്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ആൻഡ് തീർച്ചയായിട്ടും തുടക്കം മൂവി വിസ്മയുടെ കരിയറിലെ ഏറ്റവും നല്ലൊരു തുടക്കമാവട്ടെ. For this തുടക്കം, this to be a beginning of something really beautiful. So to answer your question, yes, I feel very proud as a mother to see Maya realize her dreams and come alive on screen. അതുപോലെ തന്നെ also for Ashish, because I've seen him grow. He is also like one of my children. So it's a very emotional moment for me. It gives me a lot of pride. Thank you. ഇപ്പോൾ ഇതിൽ അഭിനയിച്ച എല്ലാവരോടും ഞാൻ എന്താ പറയേണ്ട ഒരു സ്നേഹം പറയുന്നു. നന്ദിന്നൊന്നും പറയുന്നില്ല, അതൊക്കെ വലിയ വാക്കുകളാണ്, അത് പറയാൻ പറ്റുന്നില്ല. വളരെ സ്നേഹത്തോടെ വളരെ സന്തോഷത്തോടെ നല്ല ഈവനിങ്ങായി മാറട്ടെ. താങ്ക് യു സുചി ഫോർ ടേക്കിംഗ് കെയർ ഓഫ് മായ. ശാന്തി ആൻ്റണിയുടെ വൈഫ് ശാന്തി ഫുൾ ടൈം ഉണ്ടായിരുന്നു. ജോക്കു വാസ് വെരി ഹെൽപ്ഫുൾ. ആൻ്റണിയുടെ മോളുണ്ടായിരുന്നു, പൊന്നും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും സിനിമയ്ക്ക് വേണ്ടി ഇതിനാ മെസ്സി എന്നുള്ള ആ ഡോഗിനെ പോലും ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നു. അതുപോലും അത്രയും നല്ല രസമായിട്ട് ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവർക്കും നല്ലൊരു സായനം നേരുന്നു. താങ്ക് യു സോ മച്ച്. തുടക്കം എന്നുള്ളൊരു സിനിമ ഈശ്വരൻ്റെ കൃപയാൽ വലിയൊരു സക്സസ്ഫുൾ ഫിലിമാകട്ടെ, അങ്ങനെ ഞാൻ പറയുള്ളൂ. ഒരു തുടക്കമാണ് സിനിമയിലേക്ക്. വെരി ഗുഡ് ഈവനിങ് ടു എവരിവൺ. സത്യം പറഞ്ഞാൽ എന്താ പറഞ്ഞതെന്ന് അറിയില്ല, ബിക്കോസ് അത്രമാത്രം സന്തോഷത്തോടെ ഞാനിവിടെ നിൽക്കുന്നു. ബിക്കോസ് ടുഡേ ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡേ ഓഫ് മൈ ലൈഫ്. പിന്നെ തുടക്കത്തിൽ നിന്ന് എല്ലാവരും വീണ്ടും കണ്ടപ്പോൾ എനിക്ക് ആക്ച്വലി ഭയങ്കര സന്തോഷമുണ്ടായി. ഐ റിയലി മിസ്ഡ് യു ഗൈസ്. മാച്ചസിനെ പറ്റി പറയുമ്പോൾ ഐ ഹാവ് നോൺ ഹർ സിൻസ് ഐ വാസ് എ കിഡ്. പക്ഷേ കൂടുതൽ സമയം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷെ തുടക്കം കാരണം എനിക്ക് ചേച്ചിയിലൂടെ കുറേ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി, സംസാരിക്കാൻ പറ്റി. I was able to get to know her more and understand her and also actually learn from her, because she's such an amazing person. Impossible to you guys. Love you guys so much. പിന്നെ ജൂഡായിട്ട് എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല, ബിക്കോസ് I'm really grateful. I don't know how to thank you. Amma, Punna, I'm really happy you guys are here for this beautiful moment. And nothing much to say. മായ ചേച്ചിക്കും തുടക്കത്തിലുള്ള എല്ലാവർക്കും വേണ്ടി I'm requesting everybody's blessings. I hope you guys love the movie. Thank you everyone. Thank you ലാലേട്ടാ, സുചേജി, വിസ്മയ, ആശിഷ്. ഒരുപാട് സന്തോഷം. ആരുടെ കുടുംബത്തിലെ അല്ലെങ്കിൽ ആശീർവാദിലെ ഒരു അംഗം തന്നെയാണ് ഞാൻ. ആശീർവാദിന്റെ ഏകദേശം 7-8 സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. നിങ്ങളുടെ തുടക്കം അതിഗംഭീരമാണ്. ആശിഷ് കലക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ചില സീനൊക്കെ കാണാം. വിസ്മയ അസൽ. ഇന്റർവ്യൂവിൽ എന്താ പോപ്പുലാരിറ്റി ഭയങ്കര കലക്കി കേട്ടോ. ഇന്റർവ്യൂവിൽ തന്നെ സൂപ്പർ ഹിറ്റാണ്. ഇപ്പോൾ ഇനി പടം ഇറങ്ങി അതിൻ്റെ അപ്പുറത്ത് ഹിറ്റായിരിക്കും കേട്ടോ. ഇപ്പൊ രണ്ടുപേർക്ക് ഏറ്റവും വലിയ തുടക്കമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. ദൈവം അനുഗ്രഹിക്കട്ടെ. എന്താണ് ഇവിടെ പറയേണ്ടതെന്നുള്ളതാണ് എനിക്കറിയാത്തത്. കാരണം ലാൽ സാറിൻ്റെയും അച്ഛനായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. മായയുടെയും അച്ഛനായിട്ട് ഞാൻ അഭിനയിച്ചു. ഇനി അപ്പുവിൻ്റെ അച്ഛനായിട്ടാണ് അഭിനയിക്കാനുള്ളത്. പിന്നെ അതിലുപരി എനിക്ക് ആൻ്റണിയുടെ മകൻ എന്ന് പറയുന്നത് നമ്മളുടെ മകൻ തന്നെയാണ്. നല്ല ആർട്ടിസ്റ്റാണ്.
മായയുടെ പെർഫോമൻസിനെ പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം ലെറ്ററാണ്. അത് കുറവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിഷമിക്കേണ്ട ആവശ്യമുള്ളൂ. വളരെ തന്മയത്വത്തോട് അഭിനയിച്ചിട്ടുണ്ട്. എന്താ പറയുക, സത്യത്തിൽ മായ അഭിനയിക്കുന്നതായിട്ട് തോന്നൂല, ബിഹേവ് ചെയ്യാനായിട്ട് തോന്നുന്നു. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. എന്താ പറയുന്നത്, എല്ലാ ആശംസകളും നേരെയാണ്. ഒത്തിരി സന്തോഷമുണ്ട് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ. എനിക്ക് തുടരും സിനിമയിൽ ലാലേട്ടൻ്റെ കൂടെ ഒരു സീനിൽ അഭിനയിക്കാൻ പറ്റി. തുടക്കം സീനിൽ എനിക്ക് വിസ്മയുടെ കൂടെ അഭിനയിക്കാൻ പറ്റി. താങ്ക് യു ജൂഡേട്ട, എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ. എനിക്ക് ആ ദിവസം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു ഫോൺ കോൾ വന്ന് ജൂഡ് ആന്റണി കോളിംഗ്. സാറാസിൽ ഞാൻ ജൂഡേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് വന്ന് നമുക്കൊരു പരിപാടി ചെയ്താലോ, അത് വരുന്നോ ഒന്ന് ചോദിച്ചൊരു മൊമെന്റ്, ആ ഒരു എനർജി, അത് നമുക്ക് സെറ്റിലും ഭയങ്കര ത്രൂ ഔട്ട് ആ ഒരു ജൂഡേട്ടൻ്റെ ഒരു എനർജി ഇങ്ങനെ നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. എനിക്ക് ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ ഒത്തിരി 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 താങ്ക്സ്. ഇത് എൻജോയ് കാണിക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം. എൻ്റെ സ്വപ്നമാണ്, അത് നടന്നതിൽ ദൈവത്തിനോട് വലിയ നന്ദി പറയാൻ. ഞാൻ ലാൽ സാറിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഭയങ്കര സ്വപ്നമായിരുന്നു. എനിക്ക് ജൂഡ് സാറിനോട് നന്ദി പറയുന്നതിൽ ആദ്യം പറയേണ്ടത്, അതിന് മുമ്പ് ജൂഡ് സാറിൻ്റെ വൈഫിനോടാണ്. ചേച്ചിയാണ് എന്നെ സജസ്റ്റ് ചെയ്യുന്നത് സിനിമയിലേക്ക്. അപ്പോൾ ചേച്ചിയോട് എന്നെ ആദ്യത്തെ നന്ദി പറയാണ്. ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളുടെ കൂട്ടത്തിൽ എന്നും ചേച്ചി ഉണ്ടാകും. അപ്പോൾ പിന്നെ ജൂഡ് സാറ്, ബോബിച്ചേട്ടനാണെങ്കിലും ആശിഷ്, മായ, എല്ലാവരും സഹായിച്ചിട്ടുണ്ട്. എല്ലായിടത്തും എന്താ പറയുക, ഭയങ്കര താങ്ക്സ് ഉണ്ട്. കാരണം ഞാൻ ഇങ്ങനെ വലിയൊരു ടീമിനകത്ത് വന്ന് നിന്ന് പെർഫോം ചെയ്യുകയാണ് അല്ലെങ്കിൽ അഭിനയിക്കുകയാണെന്നുള്ളൊരു തോന്നൽ എനിക്കില്ലാതെ എന്നെ ഇതിനകത്തേക്ക് ഭയങ്കര ഫ്ലെക്സിബിൾ ആക്കി കൊണ്ടുവരുന്നത് ഇവരെല്ലാവരുമാണ്. അതിന് എല്ലാവരോടും ഭയങ്കരമായിട്ട് നന്ദി പറയാണ്. താങ്ക് യു. നീ പറഞ്ഞാൽ വീടും. ഓക്കെ, താങ്ക് യു. 2025 എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും ഒരു നല്ല വർഷമായിരുന്നു. അത് ലാൽ സാറിൻ്റെ കൂടെയാണ് ഹൃദയപൂർവ്വം എന്ന സിനിമയിലൂടെ എനിക്ക് വരാൻ പറ്റി ഈ കുടുംബത്തിലേക്ക്. പിന്നെ അപ്പുവിൻ്റെ ഒപ്പം ഡീസറെ ചെയ്തു, പിന്നെ മായയോടൊപ്പം. അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. പിന്നെ ഇപ്പം എന്താ പറയുക, എല്ലാവർക്കും ആശംസകൾ നേരുന്നു. മായയ്ക്കും ജോക്കുവിനും ഭയങ്കര സന്തോഷം. ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. എന്താ പറയുക, ഞാൻ ഇതിൻ്റെ പൂജയ്ക്ക് സംസാരിക്കാൻ ഈ സ്റ്റേജിലോട്ട് വിളിച്ചപ്പം ഞാൻ ഈ പറഞ്ഞ ലാൽ സാറിൻ്റെ ഒപ്പം ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട്, കൂടെ നിന്നിട്ടുണ്ട്. പക്ഷേ ഫ്രണ്ടിൽ ഇങ്ങനെ നിന്ന് സംസാരിക്കുക എന്ന് പറയുന്നത് വിറകാണ്. അങ്ങനെ തുടക്കം തിയേറ്ററിലെത്തിയാണ് 7-ാം തീയതി. എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ കിട്ടിയൊരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ലാൽ സാറും സുചേച്ചി, അവരുടെ പ്രിയമാണ് മായക്കുട്ടിയുടെ കൂടെ ഒരു സിനിമ ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ എനിക്ക് പ്രിയപ്പെട്ട അനുചേച്ചി, ശാന്തിച്ചി, അവരുടെ ഞങ്ങളെല്ലാവരും സ്നേഹത്തിൽ വിളിക്കുന്ന ജോഗു, ഇവർ രണ്ടുപേരുടെയും തുടക്കമാണ്. ഒരുപാട് ആസ്വദിച്ച് എൻജോയ് ചെയ്തൊരു സിനിമയാണ്, പറയാതിരിക്കാൻ വയ്യ. നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട് 2 പേരും. അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. തുടക്കം 2 പേർക്ക് ഒരു ഗംഭീര തുടക്കമാകട്ടെ. ഇതിലോട്ട് എന്നെ ക്ഷണിച്ച ജൂഡ് സാറിനും ആൻഡ് ചേട്ടനോടും ലാൽ സാറിനോടുകൂടെ എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇവിടെ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ചെറുപ്പം മുതൽ കാണുന്ന ആളാണ് മായ ചേച്ചി. മായ ചേച്ചിയുടെ കൂടെ മായ ചേച്ചിയുടെ ഫ്രണ്ടിൻ്റെ റോള് ചെയ്യാനും മായ ചേച്ചിക്ക് വേണ്ടി ഡബ് ചെയ്യാനും ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ് ഞാൻ. And thank you so much, Sirikonima, for suggesting me for this role and for the dubbing. And Jude Chetnodum and Anthony Chetnodum, ഒരുപാട് thanks ഉണ്ട്, because you gave me a chance. എനിക്കത് ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ് അതിന്. I thank the whole team behind this and I really hope this movie is a great success. Thank you so much. കഴിഞ്ഞ വർഷം എനിക്ക് പറഞ്ഞ പോലെ പ്രണവിനൊപ്പം ഒരു നല്ല വേഷം ചെയ്യാൻ പറ്റി. തൊട്ടടുത്ത് തന്നെ ഇപ്പോൾ വിസ്മയോടൊപ്പം ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി, കൂടെ സഹായിച്ചിട്ട്. അങ്ങനെ വലിയ വലിയ ആർട്ടിസ്റ്റുകളോടൊപ്പം അല്ലെങ്കിൽ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറേ ആൾക്കാരോടൊപ്പം എന്നെയും കൂടെ ജൂഡ് സാറ് കൂടെ നിർത്തി. പിന്നെ ലാൽ സാറിനോടെയൊക്കെ ഈ ഫ്രണ്ടിൽ നിൽക്കാൻ എനിക്കൊരു ടെൻഷനുണ്ട്. ഞാൻ ചെയ്തിട്ടില്ല, വേറെ കൂടെ അഭിനയിച്ചിട്ടില്ല, അത് ഞാനിപ്പോൾ പറയാം. അപ്പോൾ അവിടുന്ന് കുടുംബത്തിൽ നിന്ന് 2 പേരായി. അപ്പോൾ
അപ്പോൾ ഇങ്ങനൊരു സിനിമയിലേക്ക് കൂടെ ചേർത്ത് നിർത്തിയതിൽ വളരെ സന്തോഷമുണ്ട് സാർ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പരിപാടിയിലേക്ക് വന്ന എല്ലാവർക്കും അപ്പം ഞങ്ങളെ ഒരു അനുഗ്രഹിക്കണം. നല്ലൊരു വിജയത്തിന് എല്ലാവരും ഒപ്പം നിൽക്കണം. അനുചര ഓക്കെ. അപ്പോൾ രണ്ടുപേർക്കും ഓക്കെ, നിങ്ങളും കയറി. ഓക്കെ, ഇവിടെ പാർട്ടാവാൻ പറ്റിയതിൽ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. ജൂഡേറ്റിനോട് ഇതിന് മുമ്പ് വർക്ക് ചെയ്തത് 2018-ലാണ്. വീണ്ടും എനിക്കൊരു അവസരം തന്നതിന്, അതും ഇത്ര വലിയ ലെജൻസിൻ്റെ കൂടെ അല്ലെങ്കിൽ ആ ഒരു ടീമിൻ്റെ കൂടെ പാർട്ടാവാൻ സാധിച്ചതിൽ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. താങ്ക് യു സോ മച്ച്. വർക്കിംഗ് എക്സ്പീരിയൻസ് വാസ് റിയലി നൈസ്. താങ്ക് യു സോ മച്ച് എൻ്റയർ ടീം. എനിക്ക് തോന്നുന്നു പ്രേക്ഷകരും അത് കാണുമ്പോൾ ഇതൊരു തുടക്കമാണെന്ന് ഉറപ്പായിട്ടും ഫീൽ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഒരു നല്ലൊരു വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ജൂഡേട്ടന് ബോറടി മാറ്റാൻ വേണ്ടി അയച്ചൊരു കഥയായിരുന്നു. അങ്ങനെ അതാണ് ശരിക്കും അതിന് തുടക്കമായി വന്നത്. കൂടുതലായിട്ട് ഇതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റില്ലല്ലോ ഇപ്പോൾ. ഓക്കെ, താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ ഒരുപാട് നന്ദി. പ്രത്യേകിച്ച് ജൂഡേട്ടന് മീൻസ് നമ്മളൊന്നും സിനിമയിൽ മീൻസ് എന്താ പറയുക, എൻ്റെ പഞ്ചായത്തിൽ പോലും സിനിമയിൽ വർക്ക് ചെയ്യുന്ന കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് കിടന്ന് എന്നെ ഇവിടെ വരെ എത്തിച്ചതിൽ മെയിൻ ക്രെഡിറ്റ് ജൂഡേട്ടനാണ്. പുള്ളിയാണ് ആദ്യമായിട്ട് ആ ഒരു കഴിവ് തിരിച്ചറിഞ്ഞൊരു അവസരം തന്നത്. അതും ഇതുപോലൊരു എനിക്കിപ്പോഴും സ്വപ്നത്തിലൊരു നിമിഷം പോലെയാണ്. ഇത്രയും വലിയൊരു സ്റ്റേജിൽ നിൽക്കാൻ പറ്റുമെന്ന് മീൻസ് ആദ്യത്തെ സിനിമയിൽ തന്നെ ഇങ്ങനെ ഒരു സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ പറ്റുന്ന പോലെയൊക്കെ എഴുതി എത്തിച്ചിട്ടുണ്ട്. ജൂഡേട്ടൻ്റെതായ രീതിയിൽ അതിനെ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. മൊത്തം ക്രൂവിനും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മളെല്ലാവരും കുട്ടിക്കാലം മുതലേ സിനിമയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ഇൻസ്പയർ ആയിട്ടുള്ള ലാൽസാറിന് മുന്നിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നതിൽ ഭയങ്കര സന്തോഷമാണ്. സ്പീച്ച്ലെസ് ആണ്. എൻ്റെ താങ്ക്സ് കൂടുതലൊന്നും പറയാൻ പറ്റും. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊന്നാണ്. കാരണം ഞാൻ പ്രണവിൻ്റെ അപ്പുവിൻ്റെ സിനിമയും ഇതുപോലെ ഒരു ദിവസം ആദ്യത്തെ ഒരു സിനിമ ജിത്തുവും ഞാനുമായിട്ട് ഇതുപോലെ ഞങ്ങൾ തുടങ്ങി. ദൈവം ഒരുപാട് അതിന് ഭാഗ്യം തന്നു. അത് എന്താ പറയുക, ഇപ്പോഴും ആ സന്തോഷം നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷമായിരുന്നു ആ സമയത്ത്. പിന്നീട് ഇങ്ങനെ ഒരു ദിവസം മായ ഇങ്ങനെ ഒരു സിനിമയിലേക്ക് അഭിനയിക്കും എന്നുള്ളൊരു ചിന്തയൊന്നും എൻ്റെ ചിന്തകളിൽ ഉണ്ടായിരുന്നില്ല. അത് വളരെ യാദൃശ്ചികമായിട്ട് അങ്ങനെ മുൻപ് 2-3 വർഷം മുൻപ് അങ്ങനെ ഡിസ്കഷനൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും നമ്മളതൊരു സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതും ഇതുപോലെ തന്നെ ചേച്ചിയാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. ഞങ്ങളുടെ എല്ലാവരുടെയും ഏറ്റവും പ്രിയപ്പെട്ടതൊക്കെ ഞങ്ങൾക്ക് ചേച്ചിയാണ്. ചേച്ചിയുടെ ഒരു സപ്പോർട്ടോടു കൂടി ആഗ്രഹത്തോടു കൂടി എന്ന് ഞാൻ പറയുന്നില്ല, മായയുടെ ആഗ്രഹത്തിന് ചേർന്ന് നിന്ന് ഇങ്ങനെ ഒരു കാര്യമുണ്ടാവുകയും അത് ജൂഡായിട്ട് സംസാരിച്ചപ്പോൾ ശരിക്കും മായയെ അത്ര കംഫർട്ടായിട്ട് ഒരു സിനിമ ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും താല്പര്യമുള്ള. അപ്പം ഞാൻ ജിത്തുമായിട്ട് അപ്പുവിനെ വെച്ച് സിനിമ ചെയ്യുമ്പോഴും അതേപോലത്തെ ഒരു തോന്നലുണ്ടായിരുന്നു. നമുക്ക് ഏറ്റവും നമ്മളെ സന്തോഷിപ്പിക്കുന്ന, നമ്മുടെ കുട്ടികളെ സന്തോഷിപ്പിക്കുന്ന പോലെ ഒരാളായിരിക്കണം എന്ന് തോന്നി. അത് അന്ന് ഞങ്ങൾക്ക് സാധിച്ചു. ഇപ്പോഴും ഞങ്ങളുടെ സൗഹൃദം ജിത്തുവുമായിട്ട് അങ്ങനെ നടന്നു പോകുന്നു. അപ്പോൾ അതിനുശേഷം ജൂഡുമായിട്ട് ഇങ്ങനൊരു കാര്യം ഉണ്ടാകുമ്പോൾ വളരെ ഇങ്ങനൊരു സദസ്സിൽ ജൂഡിനോട് ഒരു വാക്കേ പറയാനുള്ളൂ. അത്രയും ജൂഡ് മായയെ അത്രയും കംഫർട്ട് കൊടുത്ത് ഈ സിനിമയിലേക്ക് ആദ്യം മുതലേ ഈ നിമിഷം വരെ കൊണ്ടുവന്നതിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ അതിയായി നന്ദി പറയും. എല്ലാവർക്കും നമസ്കാരം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു 9 വർഷം പുറകോട്ട് പോവാണ്. അന്ന് തിരുവനന്തപുരത്തായിരുന്നു. ഡിസംബറിൽ അപ്പുവിൻ്റെ ആദിയുടെ ഇതേപോലെ ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഒട്ടേറെ സിനിമ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ഇത്രയും ടെൻഷൻ അടിച്ചൊരു ദിവസം വേറെ ഉണ്ടായിട്ടില്ല. പക്ഷെ എനിക്ക് ജൂനിയറെ കാണുമ്പോൾ തന്നെ ടെൻഷനൊന്നുമില്ല. യു ആർ സോ കോൺഫിഡൻറ്റ് ആൻഡ് ഐ നോ യു. അതുകൊണ്ട് എനിക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഞാനും നിൽക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അതിനകത്ത് ലാൽ സാറിൻ്റെ മോള് വിസ്മയ വരുന്നു, അതുപോലെ തന്നെ ഞങ്ങളുടെ ജോക്കു,
ആശിഷ് എന്നുള്ള എല്ലാവർക്കും അറിയില്ല. എന്താ പറയുക, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എങ്ങനെയെങ്കിലും ഒന്ന് 7-ാം തീയതി ആയാൽ മതി എന്നുള്ളത്. കാരണം വിഷ്വൽസ് കുറച്ച് വിഷ്വൽസ് എനിക്ക് പുറത്ത് വിട്ടിട്ടുള്ളൂ. അതിൻ്റെ എനിക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. എനിവേ എനിക്ക് കഥയെക്കുറിച്ചും വലിയ ധാരണയില്ല. എനിക്കത് അറിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടും ഇല്ലായിരുന്നു. കാരണം വെച്ചാൽ എനിക്കത് ആ ഫ്രഷ് ഫീലിങ്ങിൽ തന്നെ കാണണമെന്നുണ്ടായിരുന്നു. ശരിക്കും എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. ഏറ്റവും സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ഏറ്റവും പ്രിയപ്പെട്ട രണ്ടുപേരുമായി ജോക്കും അവർ സിനിമയിൽ തുടക്കം കുറിക്കുന്നു. വലിയ സന്തോഷം. ജൂഡ് വളരെ അടുത്ത സുഹൃത്ത്. ഇതേതായാലും ഗംഭീരമാകുന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. പിന്നെ ഇവിടെ പറയാൻ പറ്റുമെന്ന് എനിക്ക് അവരുടെ ഭയങ്കരമായ ഒരു സ്വാർത്ഥതയും കൂടി ഇതിനകത്തുണ്ട്. ഈ സിനിമയെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ബ്ലഡ് ലൈൻ്റെ ഒക്കെ പ്രശ്നം ഇതിനകത്തുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കുടുംബം ഇങ്ങനെ ശക്തി പ്രാപിക്കാതെ മലയാളം സിനിമയിൽ എന്നുള്ളത് വലിയ സന്തോഷത്തിൻ്റെ കാണുന്നുണ്ട്. ഗംഭീരമാകട്ടെ. 7-ാം തീയതിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. പ്രിയപ്പെട്ട ആന്റണിക്ക് എല്ലാ ആശംസകളും, ജൂഡിന് എല്ലാ ആശംസകളും. ചേട്ടാ പത്ത് പറയാം. നമസ്കാരം. എനിക്ക് ജിത്തു ചേട്ടനോടാണ് പറയാനുള്ളത്. ജിത്തു ചേട്ടൻ പറഞ്ഞു 9 വർഷം മുമ്പ് പുള്ളിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത ലുക്ക് എനിക്ക് തന്നത്. അത് ഞാനവിടെ പടപടാന്ന് അടിച്ചിട്ടാണ് നിൽക്കുന്നത്. ഞാൻ അഭിനയിക്കണം ടെൻഷൻ ഇല്ലാത്ത പോലെ. കാരണം ഇത്രയും വലിയ എന്താ പറയുക, അഭിനയം എന്താണെന്ന് പോലും അറിയാത്ത കാലത്ത് പോലും നമുക്ക് സിനിമ ഇഷ്ടപ്പെടുത്തിയ ലാൽ സാറിൻ്റെ മകള് വരുന്ന ആദ്യ സിനിമ. അപ്പോൾ ആ സിനിമയിൽ എന്ത് സംഭവിച്ചാലും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എൻ്റെ തലയിലായിരിക്കും. അതിപ്പോഴും ഞാൻ അംഗീകരിക്കും. ഇതിന് എന്ത് സംഭവിച്ചാലും എല്ലാ ഉത്തരവാദിത്വം ഞാൻ തന്നെയാണ്. പക്ഷേ എനിക്കിപ്പോഴും പറയാനുള്ളത്, ആദ്യ സിനിമയാണെന്നുള്ള യാതൊരു ഇൻഹിബിഷൻസും ഇല്ലാതെയാണ് മായ ചെയ്തത്. മായയിലും ആശിഷായാലും രണ്ടുപേരും. പിന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ മനോജ് ചേട്ടനായാലും സായി ചേട്ടനായാലും ജാഫർ കണ്ടിയപ്പുറത്തിൽ ഒരുപാട് ഞങ്ങൾ ശരിക്കും ഒരു നൈറ്റ് ഷൂട്ടായിരുന്നു കൂടുതൽ. പക്ഷെ ഞങ്ങൾ സായി ചേട്ടനും മനോജ് ചേട്ടനും ജാഫർക്കും ഞങ്ങൾക്ക് അവിടെ കോമഡി കളിച്ച്, മായ മാത്രം അവിടെ ഡയലോഗ് പറയാൻ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ടോ. ഞങ്ങളൊക്കെ അവിടെ എൻജോയ് ചെയ്ത്. പക്ഷെ മായയുടെ മുമ്പിൽ നമ്മൾ ടെൻഷനിൽ ഇല്ലാത്തവരെ അഭിനയിക്കുന്നു. പക്ഷെ ഭയങ്കര രസകരം. ചേച്ചി ഉണ്ടായിരുന്നു ഫുൾ ടൈം. ആൻറ്റിച്ചേട്ടനുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആൻറ്റിച്ചേട്ടൻ ഒരു പടത്തിൻ്റെ കൂടെ ഷൂട്ടിങ്ങിന് വരുന്ന ഇത്രയും ദിവസം വരുന്നത് ആദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആൻറ്റിച്ചേട്ടൻ അങ്ങനെ ഞാൻ എന്നോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ലൊക്കേഷനൊന്നും പോകാറില്ല, പക്ഷേ ഇവിടെ നിന്ന് തമാശ പറഞ്ഞിരിക്കാൻ തോന്നുന്നു. ഒരു ഫാമിലി ട്രിപ്പ് പോയാലും. പിന്നെ ഒന്നാമത്തെ നമ്മുടെ ലൊക്കേഷൻ കുട്ടിക്കാനമായിരുന്നു. അപ്പോൾ അവിടെ ഒരു വെക്കേഷൻ പോകുന്നൊരു കാലാവസ്ഥയും ഒക്കെ ആയിരുന്നു. നല്ലൊരു അനുഭവമായിരുന്നു. പക്ഷേ എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഈ പറഞ്ഞ പോലെ മലയാള സിനിമയിൽ ഒരുപാട് സംവിധായകരുണ്ട്. അത് കഴിവ് തെളിയിച്ച എത്രയോ പേരുണ്ട്. അത് പ്രത്യേകിച്ച് ലാൽ സാറിൻ്റെ പടങ്ങൾ ചെയ്ത ഒരുപാട് പേരുണ്ട്. ആശീർവാദിൻ്റെ സിനിമ ചെയ്ത ഒരുപാട് പേരുണ്ട്. പക്ഷേ എന്തോ ദൈവം എനിക്ക് വേണ്ടിയിട്ടാണ് ഈ സിനിമ നോക്കി വെച്ചിരുന്നത്.